പാരന്റാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ എത്ര മക്കളാണ് സ്കൂൾ ഓഫ് ഖുറാനിൽ പഠിക്കുന്നത്? എനിക്ക് 3 മക്കളാണ് ഉള്ളത്. 3 മക്കളിൽ 3 സ്കൂൾ ഓഫ് ഖുറാനിലാണുള്ളത്. മൂത്ത മകള് ഐഷ ബിൻ ഐഷ ഗ്രീൻ വാലിയിൽ സവന്തില പഠിക്കുന്നത്, റെസിഡൻഷ്യൽ ക്യാമ്പസ് സ്കൂൾ ഓഫ്. രണ്ടാമത്തെ മകൻ ഈ വർഷം കാഫ് ക്യാമ്പസ് മഞ്ചേരിയിലാണ്. പിന്നെ മൂന്നാമത്തെ മകൻ മുഹമ്മദ് ഈസ കോട്ടക്കൽ സെന്ററിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്കൂൾ ഓഫ് ഖുറാന്റെ 3 സെന്ററുകളിലായിട്ട് 3 മക്കൾ പഠിക്കുന്നു. 3 പേരുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ കോട്ടക്കലാണ് നിങ്ങളെ വീട്? ശരിക്കും കോട്ടക്കലാണ്? വീട് തിരുരങ്ങാടിയാണ്. അപ്പോൾ അവിടുന്ന് ബസ് വണ്ടിയുണ്ട്. ഓക്കെ. ഒരു തിരുരങ്ങാടിയിൽ നിന്ന് കുറച്ച് ദൂരം, ഒരു 14 കിലോമീറ്റർ ഉണ്ട്. കിലോമീറ്റർ പോയി പഠിക്കുന്നുണ്ട്. ഉണ്ട്. ഒരു സ്കൂൾ ഓഫ് ഖുറാന്റെ പേരന്റ് എന്ന അർത്ഥത്തിൽ നമുക്ക് മറ്റുള്ള പാരന്റ്സിനോട് നമുക്ക് എന്താണ് പറയാൻ തോന്നുന്നത്? കാരണം ഈ 3 മക്കൾ പഠിക്കുന്നുണ്ടല്ലോ, ഒരു രക്ഷിതാവ് എന്നർത്ഥത്തിൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? ഞാൻ സ്കൂൾ ഓഫ് ഖുറാനെ മനസ്സിലാക്കി മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, മറ്റുള്ള മദ്രസ സംവിധാനം വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കിയുള്ളത്, വിദ്യാർത്ഥി മാത്രമല്ല പഠിക്കുന്നത്, അധ്യാപകൻ മാത്രമല്ല, അതായത് രക്ഷിതാവോടെയും പഠിക്കുകയാണെന്നുള്ള ഒരു ഏറ്റവും വലിയൊരു ഇതാണ്. കാരണം ഞങ്ങളിപ്പം ഞാനും വൈഫാണ് അധികം ഉണ്ടാകുക. വൈഫിന് ആദ്യം കുറവായിരുന്നു. അപ്പോൾ 2 ജ്യൂസ് അവർ കമ്പൽസറി പഠിച്ചു. കാരണം ഈ 3 കുട്ടികളും പഠിപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഖുർആൻ പഠിക്കുകയാണ്, അവരും ഇതിൻ്റെ കൂടെ പോകുന്നുള്ള ഏറ്റവും വലിയൊരു ഇതാണ് സ്കൂൾ ഓഫ് ഖുറാൻ ഞാൻ മനസ്സിലാക്കി.